ഭാരതമൊട്ടാകെ പ്രളയഭീതി വിതച്ച തെക്കു പടിഞ്ഞാറൻ കാലവർഷം അതിശക്തമായി മുന്നേറുന്നു. മുംബൈ മുതൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ വരെ പ്രളയത്തിന്റെ പിടിയിലാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥ വരും ദിവസങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നദികൾ പലതും അപകടരേഖയ്ക്ക് മുകളിലൂടെയാണ് ഒഴുകുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രകൃതിക്ഷോഭം വിതച്ച് കനത്ത മഴ തുടരുകയാണ്. മഹാരാഷ്ട്രയിൽ റെക്കോർഡ് മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. പാൽഘർ ജില്ലയിൽ മാത്രം മഴക്കെടുതികളിൽ 10 പേർ മരണപ്പെടുകയും 1000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. മുംബൈ നഗരത്തിലും സബർബൻ മേഖലകളിലും റെയിൽവേ ട്രാക്കുകളിലും റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതം താറുമാറായി. ഗുജറാത്തിലെ പല പ്രദേശങ്ങളിലും കനത്ത മഴയെ തുടർന്ന് മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, രാജ്യതലസ്ഥാനമായ ഡൽഹി എന്നിവിടങ്ങളിലും മൺസൂൺ ശക്തി പ്രാപിച്ചു. ഡൽഹിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ ഗംഗാ സമതലങ്ങളിൽ പരക്കെ അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. നദികളിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഡൽഹിയിലും യുപിയിലും യമുന നദിയുടെ തീരത്തുള്ളവർക്ക് ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ കനത്ത മഴയെ തുടർന്ന് കോർപ്പറേറ്റ് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. നഗരത്തിലെ പ്രധാന റോഡുകളിലും ജംഗ്ഷനുകളിലും കനത്ത വെള്ളക്കെട്ടും ഗതാഗത കുരുക്കുമാണ് അനുഭവപ്പെടുന്നത്. മലയോര സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. 13 വരെ ഈ 2 സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. പലയിടങ്ങളിലും കല്ലും മണ്ണും ഇടിഞ്ഞു വീണ് ദേശീയപാതകൾ അടഞ്ഞുകിടക്കുകയാണ്. ചാർധാം തീർത്ഥാടനത്തിനെത്തിയ ഭക്തരോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ ഉത്തരാഖണ്ഡ് സർക്കാർ ആവശ്യപ്പെട്ടു. ഹിമാചലിലും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. കിഴക്കൻ ഭാരതത്തിലേക്ക് നോക്കിയാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ പ്രളയം വൻ നാശനഷ്ടമാണ് വിതച്ചിരിക്കുന്നത്. ബ്രഹ്മപുത്രയും പോഷക നദികളും അപകടനിലയ്ക്ക് മുകളിലാണ്. അസമിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വീടുകൾ നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അരുണാചലിലും മേഘാലയയിലും അടുത്ത ദിവസങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. ജനം, ഡൽഹി.